ഇവിടെ നിന്ന് മഹിമയ്ക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അവളെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. യെസ് മാഡം. അല്ല, മഞ്ജു എന്തിനാ ജയിലിലേക്ക് പോയത്? മഹിമയെ തല്ലിയ അക്കമ്മയെ കാണാൻ. എന്തിന്? പ്രതികാരം ചെയ്യാനോ? എന്നിട്ട് അവരെ തല്ലോ മറ്റോ ചെയ്തോ? ഇല്ല മാഡം. ഓ ഭാഗ്യം. ഇനി ജയിലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതും കൂടെ താങ്ങാൻ എനിക്ക് വയ്യ. ഇത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ തോൽവിയായിട്ടാ മീഡിയയും മേലുദ്യോഗസ്ഥരും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മഹിമയെ നമ്മൾ കണ്ടുപിടിക്കണം. യെസ് മാം. മഞ്ജു, തനിക്ക് അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാലോ. അവള് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അവള് വിളിക്കാൻ സാധ്യതയുള്ള കൂട്ടുകാർ, എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കണം. യെസ് മാഡം. നമ്മള് പെട്ടെന്ന് ചെക്കിംഗ് തുടങ്ങിയത് കാരണം അവൾ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ചെക്കിംഗ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല മാഡം. മഹിമ രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്. അവൾ പീതാംബരന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവൾക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അവൾ ഒളിച്ചോടാനല്ല ജയിലിൽ ചാടിയത്, ഒരു തുറന്ന യുദ്ധം നടത്താൻ വേണ്ടിയാ. അവള് നടത്തുന്ന ഈ യുദ്ധം ഈ ഡിപ്പാർട്ട്മെന്റിനോടും കൂടെയാണ്.